പ്രൈസ് ദി ലോർഡ്. പ്രഭാത വചനം ശ്രവിക്കുന്ന ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും അവന് കൊടുക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ ആസിയയിലെ 7 സഭകൾക്കും പ്രത്യേകം അനേക വ്യത്യസ്തമായ ദൂതിനെയും വാഗ്ദത്തങ്ങളെയും ദൈവം അവർക്കായി വാഗ്ദാനം ചെയ്തു. അവരിൽ ജയിക്കുന്നവർക്ക് വേണ്ടി ദൈവം അവർക്ക് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നതായ അനേക നന്മകളെ വാഗ്ദത്തമായി അവർക്ക് കൊടുക്കുമ്പോൾ പെർഗമോസ് സഭയ്ക്ക് കൊടുത്ത ഒരു വിശേഷ വാഗ്ദത്തമാണ് മറ്റാർക്കും തിരിച്ചറിയാൻ കഴിയാത്തതായ, എനിക്കും നിനക്കും മാത്രം തിരിച്ചറിയാൻ കഴിയുന്നതും കേൾക്കുവാൻ കഴിയുന്നതുമായ ഒരു പേര് ഞാൻ നിനക്ക് തരും, നീ ജയിക്കുകയാണെങ്കിൽ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങളിൽ ചെവിയുള്ളവനുണ്ടോ? അവർ കേട്ട് ഈ വിവരം തിരിച്ചറിയട്ടെ. ഞാൻ നിനക്കൊരു പുതിയ പേര് നൽകും. ആ പേര് മറ്റാർക്കും വായിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കൊച്ചിയിലുള്ള അമൃത ഹോസ്പിറ്റലിൽ കരൾ മാറ്റിവയ്ക്കൽ ഒരു സർജറി ഒരു പെൺകുട്ടിയിൽ പരീക്ഷിക്കുകയുണ്ടായി. ഓപ്പറേഷൻ വിജയമായിരുന്നു. എന്നാൽ ആ സർജറിക്ക് ശേഷം ആ പെൺകുട്ടി നിർഭാഗ്യവശാൽ അനസ്തേഷ്യയുടെ ആ പിടിയിൽ നിന്നും പുറത്തു വരുന്നില്ല. ഡോക്ടർമാർ ഉദ്ദേശിച്ചിരുന്ന സമയപരിധി കഴിഞ്ഞു. എന്നിട്ടും ആ കുട്ടിയിൽ നിന്ന് വ്യത്യാസമൊന്നും കാണാഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ അവർ അനസ്തേഷ്യയിൽ നിന്ന് വെളിയിൽ വരുന്നു എങ്കിൽ മാത്രമേ അതിനെ സക്സസ് സർജറി എന്ന് പറയാൻ കഴിയുള്ളൂ. ഇല്ലായെങ്കിൽ അത് ഫെയിലാണ്. ഡോക്ടർമാർക്ക് വളരെ വിഷമമായി. എല്ലാവരും സംഘം ചേർന്ന് കേരളം മുഴുവനും ഒരു വിജയത്തിൻ്റെ ഒരു സന്ദേശം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നതായ സമയത്ത് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ഒരു വിരാമം ഇടുവാൻ ഒരു ബുദ്ധി അവിടെ ഉദിക്കുകയുണ്ടായി. ഒരു ഡോക്ടർ ഒടുവിൽ നിർദ്ദേശിച്ചു, ഈ കുട്ടിയെ എന്തെല്ലാം ചെയ്തിരുന്നാലും അവൾ ഉണരുകയില്ല, അവളുടെ അമ്മയെ നമുക്ക് വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. അമ്മയോടൊരു ഡോക്ടർ ചോദിച്ചു, കുട്ടിയുടെ പേരെന്താണ്? അമ്മ കുട്ടിയുടെ പേര് പറഞ്ഞു. ഒരു ഡോക്ടർ മുൻപോട്ട് വന്ന് ചോദിച്ചു, അതല്ല, ഈ കുട്ടിയെ അമ്മ വീട്ടിൽ വിളിക്കുന്ന ഓമന പേരെന്താണ്? അപ്പോൾ അമ്മ ആ ഓമന പേര് അവരോട് പറഞ്ഞു. ആ ഡോക്ടർ ഇങ്ങനെ നിർദ്ദേശിച്ചു, കുഞ്ഞിനെ വീട്ടിൽ വെച്ച് ഓമനത്വത്തോടെ സ്നേഹത്തോടെ വിളിക്കുന്നതായ അതേ സ്വരത്തിൽ ഈ കുഞ്ഞിനെ നിങ്ങൾ അവളുടെ ചെവിയിൽ ശക്തിയോടെ വിളിക്കണം. അമ്മ അതനുസരിച്ചു. അവളെ വിളിക്കുന്ന ഓമന പേർ ചൊല്ലി അവളുടെ ചെവിയിൽ മന്ത്രിച്ച് വിളിച്ചപ്പോൾ, ശക്തിയായി വിളിച്ചപ്പോൾ, അത്ഭുതമെന്ന് പറയട്ടെ, ആ കുട്ടി കണ്ണു തുറന്നു ആ അമ്മയെ നോക്കി പുഞ്ചിരിക്കുകയുണ്ടായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ബന്ധം ഒരു ഇൻറ്റിമസി റിലേഷനാണ്. അതാണ് അപ്പോസ്തലനായ യോഹന്നാനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നത്. ലഭിക്കുന്നവനും ഞാനും മാത്രം തിരിച്ചറിയുന്നതായ ഒരു പേര് ഞാൻ കൊടുക്കും. അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ കണ്ട് സ്നേഹിച്ച് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുത്തതായ ആ സ്നേഹം. കോരശ് രാജാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുമ്പോൾ, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേൽ പ്രവാചകനെ ഒന്ന് നോക്കൂ. അദ്ദേഹത്തെ ബാബിലോണിൽ പ്രവാസിയായി കൊണ്ടുപോകുമ്പോൾ, അടിമയായി കൊണ്ടുപോകുമ്പോൾ ആ രാജഭരണം അല്ലെങ്കിൽ രാജകൊട്ടാരം അവിടെ കൊണ്ടുപോയ യൗവനക്കാർക്ക് എല്ലാവർക്കും പുതിയ പുതിയ പേരുകൾ കൊടുത്തു. ദാനിയേൽ പ്രവാചകന് കൊടുത്തത് ബെൽഷസ്സർ എന്നുള്ള പേരാണ്. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാനിയേലിനോട് സംസാരിക്കുമ്പോൾ ആ ദേശം മുഴുവനും രാജ്യം മുഴുവനും ബെൽഷസ്സർ എന്ന് ദാനിയേലിനെ തിരിച്ചറിയുമ്പോൾ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വിളിക്കുന്നത്, ഏറ്റവും പ്രിയപ്പെട്ട പുരുഷനായ ദാനിയേലേ, നീ ഇപ്പോൾ പോയി കേളുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം മനുഷ്യനെ തിരിച്ചറിയുന്നതായ ഒരു പേര്, അതിനൊരു താളമുണ്ട്. നോക്കൂ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൂരത്ത് നിന്ന് നമ്മൾ ഒരു യാത്ര ചെയ്തിട്ട് നമ്മുടെ വീടിനോട് അടുത്ത് വരുമ്പോൾ അവരൊരു ശബ്ദമുണ്ടാക്കിയാൽ, ഒരു തുമ്മിയാൽ പോലും അത് ആരാണ് തുമ്മിയെന്ന് നമുക്ക് തിരിച്ചറിയാം. എന്തുകൊണ്ട്? എങ്ങനെയാണ് ആ ശബ്ദം തിരിച്ചറിയുന്നത്? നമ്മുടെ ദേഹി ആ തുമ്മലിൻ്റെ ശബ്ദത്തിൻ്റെ താളത്തെ തിരിച്ചറിയുന്നു.
ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ഒരു താളമുണ്ട്. ആ താളം തെറ്റിയാൽ ആ പേരിനാൽ വ്യക്തികൾ തിരിച്ചറിയുകയില്ല. ആ താളത്തിനാണ് നൽകി. എല്ലാ ശബ്ദത്തിനും മനുഷ്യനും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദങ്ങൾക്കെല്ലാം താളങ്ങളുണ്ട്. ആ താളത്തിൽ കൂടെയാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യൻ്റെ കൂടെ ഇടപെടുന്നതായ ആ ബന്ധത്തിനും ഒരു താളമുണ്ട്, ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ളതായ ചില നിബന്ധനകളുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരോട് കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കയിൽ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള സ്വർഗീയ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. രഹസ്യത്തിലുള്ള പിതാവ് നിങ്ങൾക്ക് നിങ്ങളുടെ യാചനകളുടെ ശബ്ദം കേട്ട് നിങ്ങൾക്ക് മറുപടി തരും എന്ന് പറഞ്ഞാൽ, നാം പറയുന്നതായ സങ്കടങ്ങൾ, ആവലാതികൾ, കഷ്ടങ്ങൾ, തോൽവികൾ, പരാജയങ്ങൾ, താഴ്ചകൾ, വേദനകൾ, ആവശ്യങ്ങൾ, നമ്മുടെ സങ്കടങ്ങളെല്ലാം ദൈവം കേൾക്കുന്നത് മറ്റൊരിടത്തും പ്രസിദ്ധമാക്കുന്നില്ല. ദൈവം സ്നേഹിക്കുന്നവരോട് ദൈവം അങ്ങനെയാണ് ഇടപെടുന്നത്. അവനും ദൈവവുമായിട്ടൊരു പ്രത്യേകമായ ഒരു ബന്ധം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ദൈവം ഈ പ്രഭാതത്തിൽ വാഗ്ദത്തം ചെയ്യുന്നത് ഒരു ഇൻറ്റിമസി റിലേഷൻ, മറ്റാർക്കും തിരിച്ചറിയാത്തതായ ഒരു ബന്ധം. നമ്മുടെ തോൽവികളും പരാജയങ്ങളും സമൂഹത്തിലും മറ്റുള്ളവരുടെ ഇടയിലും ശത്രുക്കളുടെ ഇടയിലും പരസ്യമാക്കാത്തതായ ഒരു വിശേഷമായ ബന്ധം, ഒരു സ്നേഹബന്ധം, നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നതായ ബന്ധം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ വിളിച്ചപേക്ഷിക്കുന്നവന് ഞാൻ ഉത്തരമരുളും. അത് മറ്റാരും കേൾക്കുകയല്ല, അവനോട് ദൈവം വ്യക്തിപരമായിട്ട് ഇടപെടുന്നു. നാം ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതമായി ഏറ്റെടുക്കുമ്പോൾ കർത്താവ് നമ്മിൽ കൂടെ പ്രവർത്തിക്കുന്നത്, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത് ഒരു ഇൻറ്റിമേറ്റഡ് പന്ഥാവിൽ കൂടെയാണ്. മറ്റാർക്കും അത് അളക്കുവാൻ കഴിയില്ല. ദൈവം നമ്മളുമായിട്ടുള്ളതായ ബന്ധം ദൈവം ശത്രുക്കളുടെ മുമ്പിൽ പരസ്യമാക്കുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമാക്കുന്നില്ല. ദൈവം നാമുമായിട്ടത് വ്യക്തിപരമായി സൂക്ഷിക്കുന്ന റിലേഷനാണ്. ഒരുപക്ഷെങ്കിൽ നാം ചോദിക്കുന്നതൊക്കെ ദൈവം അങ്ങ് ഭൂമിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നമുക്ക് അവകാശമായി തന്നിരിക്കത്തില്ല. പക്ഷെങ്കിൽ സകലത്തിനും ദൈവം മതിയായവനായിട്ട് നമ്മുടെ മുൻപിൽ ദൈവം വെളിപ്പെടും. നമ്മുടെ രോഗത്തിൽ, നമ്മുടെ ദുഃഖത്തിൽ, നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ വ്യാധികളിൽ, നമ്മുടെ വേദനകളിൽ, ആവശ്യങ്ങളുടെ മുഖത്ത്, കഷ്ടതയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം നമ്മളെ ഉപേക്ഷിക്കുന്നതായ സാഹചര്യങ്ങളിലൊക്കെയും അവൻ അടുത്തു വന്ന് ഞാൻ സകലത്തിനും മതിയായവനെന്ന് ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്യും. ആ വാഗ്ദത്തത്തിന് ഒരു ഉറപ്പുണ്ട്, ആ വാഗ്ദത്തത്തിന് ഒരു കനിവുണ്ട്, ഒരു കരുണയുണ്ട്. ആ കരുണ ലോകത്തിൽ ഒരുത്തർക്കും നമുക്ക് തരുവാൻ കഴിയുകയില്ല. ഒരു ധനികനും ഒരു പ്രഭുക്കന്മാർക്കും ഒരു മന്ത്രിമാർക്കും ഒരു രാഷ്ട്രത്തിനും ഒരു രാഷ്ട്ര തലവന്മാർക്കും ആർക്ക് തന്നെയും ആ വാഗ്ദത്തം നമ്മളോട് ചെയ്യുവാൻ കഴിയില്ല. അവരൊക്കെയും നമ്മെ കൈവിടും. നമ്മൾ പറയുന്നതൊക്കെ അവർ പരസ്യമാക്കും. അവർ നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കും, നമ്മളെ പരിഹസിക്കും. എന്നാൽ ദൈവമോ നമ്മെ പരിഹസിക്കുന്നില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ മനുഷ്യൻ ഭാഗ്യവാൻ. നാം ക്രിസ്തുയേശുവിലാകുമ്പോൾ, അവനിൽ കൂടെ ദൈവത്തെ നമ്മൾ കാണുമ്പോൾ, ദൈവം നമ്മുടെ പാപങ്ങളെയൊക്കെയും മറച്ചു കളയുന്നു. അവൻ നമ്മുടെ രോഗങ്ങളെ മാറ്റുന്നു. അവൻ നമ്മളെ തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നു. നമ്മുടെ വായിൽ ഒരു പുതിയ പാട്ട് തരുന്നു. എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിയുടെ താളത്തിൽ കൂടെ, ആ സ്തുതിയുടെ സന്തോഷത്തിൽ, ആ സ്തുതിയുടെ ഇൻറ്റിമസിയിൽ ദൈവവും നമ്മളുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതായ വിധം. ഈ പ്രഭാതത്തിൽ പെർഗമോസ് സഭയോട് ചെയ്തതായ അതേ വാഗ്ദത്തം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരികയാണ്. എന്താണെന്നറിയാമോ? ഞാൻ നിനക്കൊരു പുതിയ പേര് തരും. ആ പുതിയ പേര് മറ്റാർക്കും വായിക്കുവാൻ കഴിയുകയില്ല. അത് വെള്ളക്കല്ലിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് മനുഷ്യ കണ്ണുകളാൽ വായിക്കുവാൻ കഴിയാത്തതായ ഒരു പേര്. ആ പേര് ദൈവം നമ്മെ വിളിക്കുന്നു. ആ പേരിനാൽ നമ്മൾ അറിയുന്നു. ആ പേരിനൊരു താളമുണ്ട്, ആ പേരിനൊരു ബന്ധമുണ്ട്, ആ പേരിനൊരു അടിസ്ഥാനമുണ്ട്, അതിനൊരു സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അതിനെ അനുഭവിപ്പാൻ ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.